അഭിനയിക്കോ? അഭിനയിച്ചു തുടങ്ങി. ഏത് ഫിലിം? ഞാൻ മാർക്കോ ചെയ്തു. ഞാൻ കണ്ടു കാണില്ല. എന്നാന്നറിയോ, ഒത്തിരി വയലൻസ് ആന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ എനിക്ക് ഇച്ചിരി പേടിയായിരുന്നു കാണാനായിട്ട്. പോയാൽ തന്നെ എപ്പോഴും ഇങ്ങനെ കണ്ണടച്ചിരിക്കും. നല്ലത്. പിന്നെ വേറെ ഏതെങ്കിലും 1000 Babies എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് ചെയ്തു. പിന്നെ സുമതി വളവില് അഭിനയിച്ചു. അതിലൊരു ക്യാരക്ടർ ചെയ്തു. ചെറിയ കുറെ പേരുണ്ട്. മൊത്തം ഫാമിലി ആയി. അച്ഛൻ, മകൻ, മരുമോള്, മോൻ അഭിനയി. മോൻ. ഇപ്പൊ എല്ലാ ജനറേഷനായി. മോൻ ഏതാ ചെയ്തേ? പ്രകാശൻ ബർക്കട്ടെ. അവൻ 6 വയസ്സുള്ളപ്പോ ചെയ്തതാ. ധ്യാൻ ശ്രീനിവാസിന്റെ ഫസ്റ്റ് സ്ക്രിപ്റ്റ്. അല്ലല്ല, അതിൽ അവനും മറ്റേ മാത്യു തോമസുമാണ് മെയിൻ ക്യാരക്ടേഴ്സ്. ഒരു ബ്രദർഹുഡ് പരിപാടിയായിരുന്നു. ദിലീഷേട്ടന്റെ മക്കളായിട്ട്. ഷഹദ് എന്ന് പറഞ്ഞൊരു ധ്യാന്റെ കൂടെയൊക്കെ എല്ലാ ആക്ഷൻ ഡ്രാമയിലൊക്കെ വർക്ക് ചെയ്ത്, ഞാൻ ഉറിയടിയിലൊക്കെ അവനോട് വർക്ക് ചെയ്തിട്ടുണ്ട്. അവന്റെ ആദ്യത്തെ ഡയറക്ഷനാണ്. ഇപ്പൊ കഴിഞ്ഞിട്ട് അനുരാഗ് എന്ന് പറഞ്ഞ പടം ചെയ്തപ്പോ അതിലും മോനൊരു ചെറിയ വേഷം കൊടുത്തു. മറ്റൊരു ത്രൂ ഔട്ട് വേഷമായിരുന്നു. വെരി ഗുഡ്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, അച്ഛന്റെ സമയത്ത് ആ സമയത്ത് ഉണ്ടായിരുന്നു എന്ന് അറിയില്ല. അച്ഛൻ കുറച്ച് കഴിഞ്ഞപ്പോ ചേട്ടനും അഭിനയിക്കാൻ തുടങ്ങിയില്ലേ ഒരു പ്രായമായപ്പോഴത്തേക്ക്? അപ്പൊ ശരിക്കും ഇന്ന് പറയുന്ന ഭയങ്കര ഒരു സാധനം ഉണ്ട്, ഒരു നെപ്പോക്കിഡ് എന്നുള്ള ഒരു സാധനം. അന്ന് അത് അത്രയും ഇതായിരുന്നു ഇല്ല. അങ്ങനെ ആ ഒരു ഷാഡോ നമ്മളിലേക്ക് ഒരുപാട് ബാധിക്കുന്നു. അത് എപ്പോഴും, അത് ഇന്നിപ്പോ ഇവിടെ ഇരിക്കുമ്പോഴും അച്ഛന്റെ കാര്യമാണല്ലോ ആദ്യം സംസാരിക്കുന്നത്. അത് നമുക്ക് സന്തോഷമുള്ള ഒരു കാര്യമാണ്. അത് ഒരു നെഗറ്റീവായിട്ട് എനിക്ക് ഇന്നവർ തോന്നിയിട്ടില്ല. നെപ്പോക്കിഡ് എന്ന് പറഞ്ഞിട്ട് ഒരു എൻട്രി മേ ബി കുറച്ചും കൂടി ഈസിയർ ആയിരിക്കാം. എല്ലാം ഞാൻ പറയുന്നില്ല. ആ സ്ട്രഗിൾ കുറച്ച് നമ്മൾ എവിടെ പോയാലും രവിചേട്ടന്റെ മോൻ എന്ന് പറഞ്ഞിട്ട് നമ്മളോട് ഇരിക്കാൻ പറയും. ഒരു പ്രിഫറൻസ് ഉണ്ട്. മയൂഖത്തിൽ നമ്മൾ ചെയ്തത് വളരെ മോശമാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല നമുക്കൊരു അടുത്ത പടം മയൂഖത്തിലേക്ക് എത്തിയത് ശരിക്കും ഒരു നെപ്പോക്കിഡ് അങ്ങനെയാണോ? അതല്ല, ഒബ്വിയസ്ലി അതൊരു റീസൺ ആണ്. പക്ഷേ ഞാനൊരു അപ്ലൈ ചെയ്തിട്ട് കാസ്റ്റിംഗ് കോൾ അന്ന് പത്രത്തിൽ പരസ്യം വരിക ചെയ്തത്. അതിന്റെ രീതിക്ക് തന്നെ പത്രത്തിൽ പരസ്യം വന്നു കഴിഞ്ഞിങ്ങനെ ഞാൻ ആ സമയത്ത് നാടകങ്ങൾ കുറച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഇതുപോലെ പൃഥ്വിരാജും ഇന്ദ്രജിത്തും ഒക്കെ അഭിനയിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കും ഇങ്ങനെ എവിടെയോ ഒന്ന് നോക്കണം, നമുക്ക് അഭിനയം നമ്മൾ താല്പര്യമുണ്ട്. ഞാൻ നാടകങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പരസ്യം വന്നപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തു. അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ നമ്പറിലേക്ക് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന ആളാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇതിന് ഒരു ഓഡീഷന് വരുമെന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് ദേവഗിരി കോളേജിൻ്റെ അടുത്തൊരു സ്ഥലത്ത് ഹരിഹരൻ സാറുണ്ട്. അപ്പോൾ അവിടെ ഓഡീഷന് വരാൻ പറഞ്ഞു. ഒരു ദിവസം തന്നു. അപ്പോൾ ഞാൻ ഇന്ന ആളാണെന്ന് അറിയാം, അവിടെ ചെല്ലുമ്പോൾ അറിയാം. പക്ഷേ അവിടെ 10-200 പിള്ളേരുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഓഡീഷനും ചെയ്തു. ഓഡീഷൻ കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇതിൻ്റെ അകത്തൊരു കുറച്ച് നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടർ ഉണ്ട്, ശ്രീധന് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഫസ്റ്റ് ഹാഫിന് മാത്രമേ വരുള്ളൂ പറഞ്ഞു. ഒന്നും സന്തോഷമുള്ളൂ പറഞ്ഞിട്ട് അങ്ങനെയാണ് മയൂഖം ചെയ്യുന്നത്. ചേട്ടൻ ഇങ്ങനെ പോകുന്നു പറഞ്ഞപ്പോൾ അച്ഛന് ഹാപ്പി ആയിരുന്നു? അച്ഛന് എതിരഭിപ്രായമൊന്നുള്ളതായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞില്ല. എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, MBA കഴിഞ്ഞു. പിന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോളോ ടയേഴ്സിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ ബാംഗ്ലൂർ MBA കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ കുറച്ച് നാടക പരിപാടികൾ സജീവമായിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇടയിലാണ് പിന്നെ അതുകൊണ്ട് ഡിഗ്രി എല്ലാം കയ്യിലുള്ളതുകൊണ്ട് അച്ഛനൊന്നും പറയാനും പറ്റുന്നില്ല. രക്ഷപ്പെട്ടില്ലെങ്കിൽ പിന്നെ അച്ഛന് തന്നെയായിരുന്നല്ലോ പരിപാടി. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ചാന്ത് പൊട്ടിൽ ആ വില്ലൻ വേഷം നല്ലോണം ശ്രദ്ധിക്കപ്പെട്ടു. അപ്പൊ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ വില്ലൻ കഴിഞ്ഞിട്ട് കോമഡി ഷിഫ്റ്റ് ചെയ്തതല്ല, നമുക്ക് എപ്പോഴും വേഴ്സറ്റൈൽ ആവണം, നമുക്ക് പല ടൈപ്പ് വേഷങ്ങൾ ചെയ്യണം എന്നൊക്കെയായിരുന്നു നമുക്ക് എപ്പോഴും ആഗ്രഹമുണ്ട്. അപ്പം നമ്മൾ കുറച്ച് നാൾ ഈ വില്ലൻ വേഷത്തിൽ അങ്ങ് പെട്ടു. അതായത് നമ്മളെവിടെ ചെന്നാലും ആദ്യം ഒരു വടിവാളെടുത്ത് തരും, മേക്കപ്പ് ഇവിടെ ഒരു മാർക്കുണ്ട് അതൊന്നും കൂടി കുത്തി ഒന്നും കൂടി മാർക്കാക്കും, വേറെ എക്സ്ട്രാ ഒരു വെട്ടിട്ട് തരും, ആർട്ടിന്റെ കയ്യിൽ നിന്ന് ഒരു വാള് തരും, പിന്നെ കോസ്റ്റ്യൂം ഒരു കൈലിയും ട്രൗസർ പുറത്ത് കാണുന്ന പോലെ കൈലിയും തരും. പക്ക ഗുണ്ട പരിപാടിയായിരുന്നു കുറേ നാള്. പ്രത്യേകിച്ച് ഈ മട്ടാഞ്ചേരി ബേസ് ചെയ്ത് കുറെ പടങ്ങൾ ആ സമയത്ത്. അപ്പൊ അതിനൊക്കെ സ്ഥിരം ഞാൻ കൊട്ടേഷൻകാരനായിരുന്നു. മട്ടാഞ്ചേരി പല ആൾക്കാരും വിചാരിച്ചു ഞാൻ മട്ടാഞ്ചേരിക്കാരനാണെന്നാ. കുറെ നാൾക്കാർ ആ പരിസരത്ത് തന്നെയായിരുന്നു ഞാൻ കുറെ നാളുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോ നമുക്കിത് മാറണം നമുക്ക് എപ്പോഴും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളങ്ങനെ സ്റ്റക്കായി നിൽക്കുന്ന സമയത്ത് അങ്ങനെ കുറച്ച് മാറ്റങ്ങൾ വരാൻ ആഗ്രഹിച്ച സമയത്താണ് ശരിക്കും ഈ മറ്റേ കിളി പോയി എന്ന് പറഞ്ഞ സിനിമ വന്നതിൽ നല്ല ഹ്യൂമർ കലർന്നൊരു പോലീസുകാരൻ്റെ വേഷം. 2-3 സീനേ ഉള്ളൂ, പക്ഷെ എനിക്കത് ഹ്യൂമർ ചെയ്യാൻ ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല കോൺഫിഡൻസ് ആയി, അത്യാവശ്യം ചിരി ചെയ്യാൻ കുഴപ്പമുണ്ടാവില്ല എന്നുള്ളത് എനിക്കൊരു തോന്നൽ വന്നു. പിന്നെയാണ് അഭയകുമാർ എന്ന് പറഞ്ഞ ക്യാരക്ടർ പുണ്യാളനഗർ ബത്തീസിൽ എനിക്ക് വരുന്നത്. അതിലാദ്യം വേറെ വേഷമായിരുന്നു ഞാൻ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ആ ലാസ്റ്റ് മിനിറ്റിൽ അത് ചെയ്യേണ്ടിരുന്ന നടൻ എത്താൻ പറ്റാത്തതുകൊണ്ട് എന്നെയാണ് കാസ്റ്റ് ചെയ്തത്. അപ്പോൾ രഞ്ജിത് ശങ്കർ എൻ്റെ വളരെ അടുത്ത സുഹൃത്തും എൻ്റെ റിലേറ്റീവും കൂടിയാണ്. അപ്പോൾ പാസഞ്ചറിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പുണ്യാളനഗർ ബത്തീസിൽ ഈ വേഷം എനിക്ക് അങ്ങനെ വന്നു ചേരുന്നതാണ്.
അത് പക്ഷെ ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. ഇഷ്ടപ്പെട്ടു. നല്ല ക്യാരക്ടർ. അപ്പൊ ഞാനാണെങ്കിൽ അങ്ങനത്തെ ഒരു വേഷം, ഒരു ത്രൂ ഔട്ട് ഒരു ഹ്യൂമർ വേഷം ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അതിന്റെ ഒരു ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു. കോൺഫിഡന്റ് ആയി ഹ്യൂമർ വേഷം ചെയ്യാം. എനിക്ക് നേരത്തെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, പക്ഷെ ബാക്കിയുള്ളവർക്കില്ലായിരുന്നു. അപ്പൊ ഞാനിത് ഞാൻ ചാൻസ് ചോദിച്ചിട്ട് ഞാനിപ്പോ പല ആൾക്കാരുടെ അടുത്ത് നമ്മൾ തെണ്ടി തിരിഞ്ഞ് നടന്നു. നമ്മുടെ സ്ട്രഗിൾ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്, ഇല്ലെന്നല്ല പറഞ്ഞത്. അപ്പൊ നമ്മൾ ആ സ്ട്രഗിളിന്റെ ഭാഗമായിട്ട് നമ്മൾ പല ആൾക്കാരുടെ അടുത്ത് അവസരം ചോദിക്കുമ്പോൾ ആദ്യമൊക്കെ എല്ലാവരും പറഞ്ഞിരുന്നത് ശ്രീത്തേട്ടാ, അയ്യോ ശ്രീത്തിന് പറ്റിയ വേഷമില്ല, അതായത് ഗുണ്ട വേഷമില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഹ്യൂമർ ചെയ്യാൻ പറ്റുന്ന അവർ ചിന്തിക്കുന്ന പോലും ഇല്ല. അപ്പൊ സീരിയസ് ആയിട്ടൊക്കെ നിൽക്കുമ്പോ എല്ലാരും ഈ വേഷമില്ല. അപ്പൊ അത് അവസാനം ഇത് ചെയ്ത് കഴിഞ്ഞപ്പോ എനിക്ക് ധൈര്യമായിട്ട് ചോദിക്കാന്നായി. പറഞ്ഞാൽ ചെയ്ത് അത്യാവശ്യം ആൾക്കാർ കുഴപ്പമില്ലാന്നുള്ള അഭിപ്രായം പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് ചോദിക്കാം. നമുക്ക് അങ്ങനത്തെ ചേകവർന്ന് പറഞ്ഞിട്ടൊരു പടം ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഇന്ദ്രജിത്ത് ആയിരുന്നു ഹീറോ. അത് ഭയങ്കര നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടറായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ക്യാരക്ടർ അതാണ്. എല്ലാവരും സാധാരണ പുണ്യാളെന്നാ പറയാ. ടോട്ടലി നെഗറ്റീവ് ക്രിട്ടിസൈസ് ചെയ്യോ? നന്നായി നമുക്ക് നമ്മളെ ഇത്ര കഷ്ടപ്പെട്ട് നമ്മള് വർക്ക് ചെയ്തിട്ട് നമ്മള് ഇതാനെന്താ കാണിച്ചിരിക്കുന്ന ചോദിക്കും. തകർത്ത് ഒരു ഭാര്യക്കാണ് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അല്ലാതെ ബാക്കിയുള്ളവരെല്ലാരും നല്ലതാന്നേ പറയത്തുള്ളൂ. ഭാര്യയെ പറയത്തുള്ളൂ ഇത് കൊള്ളത്തില്ലായിരുന്നു അല്ലേ.